നിധിയെ ചേർത്തു പിടിച്ച് മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞ് അങ്ങനെ സുധീഷ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നിധിയാണെങ്കിൽ വളരെയധികം സുധീഷിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷിനാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടാക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിധി താനിങ്ങനെ പൊട്ടിക്കരയുന്നത്? എന്താണ് കാര്യം? എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനുജൻ സത്യം വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നിധി എല്ലാം തുറന്നു പറയുന്നു. അത് കേട്ട സുധീഷിന് തൻ്റെ ഭാര്യയെ അപമാനിച്ചത് അത്ര പിടിക്കുന്നൊന്നുമില്ല. എൻ്റെ ഭാര്യയെ അപമാനിക്കാൻ അവന്മാരത്രയ്ക്കായോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സുധീഷ് ചെന്ന് കയറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 200ാമത്തെ എപ്പിസോഡിൽ, അതായത് 200ാമത്തെ എപ്പിസോഡിൽ കാണിക്കേണ്ട ഫൈറ്റാണ് 201ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും. എല്ലാവരെയും ചവിട്ടി മെതിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിധിയെ എൻ്റെ മാത്രം ഭാര്യയാണ്. മേലിൽ അവളെ അഞ്ജലി എന്നോ മറ്റ് വൃത്തികെട്ട പേരിട്ടോ നീ വിളിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരൊക്കെ സഹോദരങ്ങളാണ്, മനസ്സിലായോടാ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷിൻ്റെ പറച്ചിൽ കേട്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ വിളിക്കടാ യഥാർത്ഥ പേര് എന്ന് പറയുന്നു. അങ്ങനെ അവനെയാണെങ്കിൽ നാണം കെടുത്തി, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് അഞ്ജലി എന്നുള്ള പേര് മാറ്റി നിധി എന്ന് വിളിപ്പിക്കുന്ന സുധീഷിനെ കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ ചെയ്യുന്നത് നിധിക്ക് നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. നിധി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിധിക്ക് അവരങ്ങനെ പറഞ്ഞത് അത്ര ദഹിക്കുന്നൊന്നുമില്ല. നിധി ചിന്തിക്കുന്നുണ്ട്, താനിവിടെ ഇവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ തന്നെ ഇവരിങ്ങനെ പറഞ്ഞത്. അപ്പോൾ താൻ അറിയാതെ എത്ര പേര് പറയുന്നുണ്ടാകുമെന്ന് നിധി ചിന്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയോട് ചോദിക്കുകയാണ്, പിന്നെയും എന്താണ് നിധി നിൻ്റെ പ്രശ്നം? നിന്നെ അങ്ങനെ കളിയാക്കിയവരെ നമ്മൾ ചവിട്ടി ഒതുക്കിയില്ലേ, ഇനിയും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അല്ല സുധീഷേ, അവർ പറഞ്ഞതിലും കാര്യമില്ലേ? താൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയല്ലേ തന്നെ ഇങ്ങനെ കളിയാക്കിയത്? ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രശ്നവുമായത്. അതുകൊണ്ട് താൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ, നിധി താൻ എന്തൊക്കെയായി പറയുന്നത്? താനിത് എങ്ങോട്ട് പോവാനാ? താൻ എൻ്റെ ഭാര്യയാണ്, താൻ എങ്ങും പോവേണ്ട എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ഭാര്യ നമ്മൾ വെറുതെ പറഞ്ഞതല്ലേ, അല്ലാതെ യാഥാർത്ഥ്യമൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിധി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എങ്ങും പോവരുത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിധിയോട് പറയുമ്പോൾ നിധിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സൊന്ന് കീഴടക്കി എന്ന് വിചാരിച്ച് സുധീഷ് കെട്ടിപ്പിടിച്ച് പറയുന്നത് നിധിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിധിയാണെങ്കിൽ സുധീഷിനെ തള്ളി മാറ്റുന്നൊരു കാഴ്ച കാണാൻ കഴിയും. സുധീഷെ, ആവശ്യമില്ലാതെ മേത്ത് തൊട്ടൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷിനോട് നിധി ദേഷ്യപ്പെടുന്നതും കാണാനായിട്ട് കഴിയും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.